ഗംഗയുടെ തീരത്തു നിന്നും വരനുയുടെയും അസിയുടെയും മധ്യത്തിലേക്ക് കാഷായന്മാരുടെ ഭൂമി, വേദ പണ്ഡിതന്മാരുടെ ഭൂമി വാരാണസി. നഗ്ന പാദങ്ങളാൽ സ്പർശിച്ചറിയുന്നു. തണുപ്പ് ഒരാവരണമാവുന്നു. മുന്നോട്ട് നടക്കെ പൗരാണിക സത്യങ്ങളുടെ വെളിപാട്. ഋതുക്കൾ പുറകോട്ട് സഞ്ചരിച്ചു. അവിടെ മന്ത്രങ്ങളിൽ മയങ്ങുന്ന ഗംഗാതീരം ഒരു ലഹരിയായി ശരീരം മുഴുവൻ പടരുന്നു. കപിലവസ്തുവിന്റെ പുത്രൻ പുനർജനിക്കുന്നു. ഒരു ബോധോദയമായി, ഒരറിവായി, അറിവിൽ നിന്നും പുനർജന്മമായി, ഋതുക്കൾക്കിടയിൽ സ്വയം നഷ്ടമായി. ജന്മങ്ങൾക്കിടയിൽ കനമില്ലാതെ ഋതുക്കളിലൂടെ കപിലവസ്തുവിന്റെ പുത്രൻ ബോധോദയം നേടി സംസാരിക്കുന്നു. അതുന്മായുന്നു, മറയുന്നു, അടിതെറ്റുന്നു, കാലിടറുന്നു. പിന്നെ താഴേക്ക് താഴേക്ക് തണുത്ത ഗംഗാജലത്തിലേക്ക്. സാരാനാഥ്, വാരാണസിയുടെ നാഥ, സ്വസ്തി സ്വസ്തി.